ത്രേതായുഗം അതിന്റെ അന്ത്യഘട്ടത്തിലേക്ക് എത്തുമ്പോൾ രാമരാവണ യുദ്ധം കൊടുമ്പിരി കൊള്ളുകയായിരുന്നു. ഇന്ദ്രജിത്തിന്റെ ശക്തിയസ്ത്രം രാമാനുജൻ ലക്ഷ്മണനെ ലങ്കയുടെ യുദ്ധഭൂമിയിൽ സാരമായി പരിക്കേൽപ്പിച്ചു. സുഷേണന്റെ നിർദ്ദേശം പാലിച്ച് മരുത്താമലയിലെ ദിവ്യൌഷധി കൊണ്ടുവരാൻ സാക്ഷാൽ ഹനുമാൻ തയ്യാറായി. ശരവേഗത്തിൽ പറന്ന് മരുത്വാമലയിലെത്തിയ പവനപുത്രന് പക്ഷേ താൻ അന്വേഷിക്കുന്ന ദിവ്യൌഷധി ഏതെന്ന് മനസ്സിലാക്കാനായില്ല. അതിനാൽ അദ്ദേഹം ആ മുഴുവൻ മലയും എടുത്ത് ലങ്കയിലേക്ക് കുതിച്ചു. എന്തോന്ന് അടിയടാ ഇത്, ആക്രമണം കാണിക്കാതെ. എത്ര നാളെ എൻ്റെ പൊന്നളിയാ, എന്നാലും ഇതുപോലൊരു സെറ്റപ്പിൻ്റെ അടി നിനക്ക് മുന്നേ തോന്നിയില്ലല്ലോ. ശുദ്ധ ബ്രാഹ്മണ കുടുംബം. എൻ്റെ പൊന്നച്ഛൻ പണയം വെച്ച് വേഗം കൊണ്ടുപോയതാ. അപ്പം ഞാൻ കുഞ്ഞ. ഇവയെന്തോന്നും മിണ്ടാത്തെ? ടപ്പോട്ടാ, നീ എന്തുവായി ആലോചിക്കുന്നേ? അതല്ല, അതെ നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുന്നില്ലേ, ഇതിനു മുന്നേ നടന്നിട്ടുണ്ടോ? എന്തോന്ന്? എടാ നമ്മളിപ്പോ ഇവിടെ ഇങ്ങനെ ഇരുന്ന് അടിക്കുന്നില്ലേ, ഇത് ഇതിനു മുന്നേ നടന്ന പോലെ തോന്നുവാ എനിക്ക്. കഴിഞ്ഞ ആഴ്ച നമ്മൾ എൻ്റെ വീട്ടിൽ നിന്ന് അടിച്ചില്ലേ? എടാ അതല്ല, എടാ നമ്മൾ ഈ ഇരിക്കുന്നത്, ഈ ചർച്ച, ഈ ആംബിയൻസ് എല്ലാം ഇതേപോലെ ഇതിനു മുന്നേ നടന്ന പോലെ തോന്നുന്നു എനിക്ക്. അത് നിനക്ക് ദേജാവ് അടിച്ചതാ. ദേജാവോ? അതെന്തെന്നാ? നമ്മൾ കാണുന്ന കാഴ്ച കണ്ണിന്ന് തലച്ചോറിലോട്ടെത്താൻ ഒരു സമയം എടുക്കും. അപ്പോഴാണ് ഈ ദേജാവ് വരുന്നത്. അപ്പം നമ്മളെ തലച്ചോറ് വിചാരിക്കും ഈ സംഭവങ്ങളെല്ലാം ഇതിനു മുന്നേ നടന്നിട്ടുണ്ടെന്ന്. ശേ, ഇതൊക്കെ എവിടെ നാടാ? അത് വിടെ, നീ അവളോട് പറഞ്ഞ? ഏതോള്? ടാ കോപ്പേ. ഓ, പറഞ്ഞു 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 പറഞ്ഞു. എന്ത് പറഞ്ഞവള്? അവള് കണ്ട, അവള് വെടിയാ. ആ കടയാടി. 10 ദിവസം കഴിഞ്ഞ എക്സാമായി, കഴിഞ്ഞിട്ട് വേണം ദുബായ് പിടിക്കാൻ. മരുഭൂമി കിടന്ന് കറുത്ത് കരുവാളിച്ച് പെണ്ണ് കിട്ടാതെ അലയുന്നീ. എണീക്കടാ, പുറത്തെന്തോ ശബ്ദം. എലി വല്ല ഓടിയതായിരിക്കോളാ. എന്തായാലും നീ വാ, നമുക്ക് നോക്കാം. തോന്നുന്നു ശവയുടെ ഒക്കെ പ്രശ്നം ചീഞ്ഞ് നാറും. പിന്നെന്ത് ചെയ്യും? കുഴിച്ചിടാം. ഇവിടെ കുഴിച്ചിട്ടെന്തെങ്കിലും പ്രശ്നമാവും. എൻ്റെ അപ്പൻ്റെ കുടുംബം ഇവിടെ ആരും തോന്നില്ല. അസ്ഥി കിട്ടുമല്ലോടാ. പേടിപ്പിക്കല്ലേടാ, കിട്ടുമ്പോൾ കിട്ടട്ടെ. നീ കുഴി. എന്താടാ വാഴി? അതുപോലെ നട്ടെന്ന് പറയാം, വാഴപ്പിണ്ണി എന്ന് പറയാം.
ശരിയായിരുന്നല്ലേ? ആ നമുക്ക് കുഴിച്ചിടാം. ആ. നമുക്ക് കിടന്ന് പോവാം. എന്താടാ? അല്ല, ഞാനിതെവിടെയോ. ആ, ഈ സമയത്താണ് നിന്റെ തേജാവ്. എന്നാ പോവാം. ടാ, നിന്നോട് ഞാൻ പറഞ്ഞല്ലേ കുപ്പിയെല്ലാം എടുക്കാൻ? ഞാനെല്ലാം എടുത്തതാണല്ലോ. അപ്പൊ ഈ കാണുന്നതാ? നമ്മൾ എത്ര കുപ്പി കൊണ്ടുവന്നു? 1, 2, 3, 4. ആ, ബെസ്റ്റ്. നീ വാ, നമുക്ക് പോവാം. ഈ കുപ്പി ബാക്കി വെച്ചിട്ട് എങ്ങനെയാടാ? നീ അതോട് നമുക്ക് പോവാം. എന്തായാലും അടിച്ചതല്ലേ ഇറങ്ങി. വാ, നമുക്ക് രണ്ടെണ്ണം കൂടെ അടിക്കാം. വാ. അതോട്ടി, എന്താടാ അത്? ഏത്? പുറത്തെന്തോ ശബ്ദം. നമുക്ക് വെക്കുമ്പോ നോക്കാം. എടാ ലവൻ. ഡേയ്, എന്ത് സാധനമാടാ നീ എനിക്ക് മാറ്റിക്കൊണ്ട് തന്നത്? എനിക്കറിയത്തില്ല, എന്നാൽ ഇതെങ്ങനെ? നീ വാ, നമുക്ക് അവനെ കുഴിച്ചിട്ട് അടുത്ത് പോയി നോക്കാം. എടാ ശവ എവിടെ? എടാ ശവ എവിടെയെന്ന്? ശവ എവിടെ? നീ വാ. നീ അല്ലേ പറഞ്ഞ എനിക്ക് ഏതാണ്ട് ദേജാവ രാജാവ് അങ്ങനെ കണ്ടാണെന്ന്? ഇപ്പൊ പറ, ഇതെന്ത് വരുത്? എൻ്റെ അടുത്ത് വെച്ചാൽ എനിക്ക് എങ്ങനെ അറിയാനാ? ഇതൊക്കെ എനിക്ക് ആദ്യമായിട്ടാ. ഒരു കാര്യം ചെയ്യാം, ഇവനെയും കുഴിച്ചിടാം, എന്നിട്ട് നമുക്കിവിടെ സ്ഥലം വിടാ. വാ വാ. എങ്ങനെയാണോ മരിച്ചേ? വല്ല പ്രേതബാധമുള്ള വീടാണോ ഇത്? എനിക്ക് ഞാൻ കുഞ്ഞാ. നമ്മൾ നേരത്തെ ഒരു ശവം കുഴിച്ചിട്ടില്ലേ? ഇനി നമ്മളത് സ്വപ്നം കണ്ടാണെങ്കിലാ? എന്ത് പണ്ടാരെങ്കിലും ആട്ടെ, കുഴിച്ചിട്ട് വേണമെങ്കിൽ രക്ഷപ്പെടാം. നല്ലോണം ചവിട്ട്, ചാത്തവനി പൊങ്ങി വരല്ലേ. എനിക്ക് എന്തോ പോലെയൊക്കെ തോന്നണ്ട. നമുക്ക് വെക്കുന്ന ഇവിടെ മരുത്വാമലയും കയ്യിലേന്തി അദ്ദേഹം പറക്കവേ അതിൽ നിന്നും ഓരോരോ കഷ്ണങ്ങൾ പല സ്ഥലങ്ങളിലായി ചിതറിത്തെറിച്ചു വീണു. അത്തരം ചിലയിടങ്ങളിൽ കാലങ്ങൾ കൊണ്ട് പിന്നീടവിടം മലയിടുക്കുകളും തടാകങ്ങളും പോലും രൂപപ്പെട്ടു. അന്ന് ആഞ്ജനേയരുടെ കയ്യിലെ മലയിൽ നിന്നും അടർന്ന് ഭൂമിയിൽ പതിക്കപ്പെട്ട ഒരു ചെടി, ലക്ഷ്മണന്റെ ജീവൻ വീണ്ടെടുത്ത അതേ ചെടി, മൃതസഞ്ജീവൻ. കാലങ്ങൾക്കിപ്പുറം ഇന്നവിടം ഈ തറവാടാണ്.